Garner versus Murray case. Garner versus Murray case is already explained in a separate video. In this video, we can solve a question and as per this rule. So, നമുക്ക് ആദ്യം Garner versus Murrayയുടെ rules ഒന്ന് check ചെയ്യാം. First one is the realization loss will be borne by all the partners including the insolvent partner in their profit sharing ratio. First തന്നെയുള്ള റൂൾ എന്ന് പറയുന്നത് എല്ലാ പാർട്ട്നേഴ്സും ഇൻക്ലൂഡിംഗ് ഇൻസോൾവന്റ് പാർട്ട്ണർ മസ്റ്റ് ഷെയർ ദെയർ റിയലൈസേഷൻ ലോസ്. അപ്പോൾ റിയലൈസേഷൻ ലോസ് എല്ലാ പാർട്ട്നേഴ്സും ഷെയർ ചെയ്യണം. അത് ഇൻസോൾവന്റ് പാർട്ട്ണർക്കും ബാധകമാണ്. നെക്സ്റ്റ്, സോൾവന്റ് പാർട്ട്നേഴ്സ് ഷുഡ് ബ്രിങ് ഇൻ ക്യാഷ് ഈക്വൽ ടു ദെയർ ഷെയർ ഓഫ് ലോസ് ഓൺ റിയലൈസേഷൻ. ഇനി സോൾവന്റ് പാർട്ട്നേഴ്സ് അവരുടെ റിയലൈസേഷൻ ലോസിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇൻസോൾവന്റ് പാർട്ട്ണർക്ക് ആ ഒരു ഡ്യൂട്ടി ഇല്ല. സോൾവന്റ് പാർട്ട്നേഴ്സ് ആണ് എത്രയാണോ അവരുടെ റിയലൈസേഷൻ ലോസ് ആ എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. Then next, the insolvency loss of the insolvent partner or deficiency must be shared by the solvent partners in their capital ratio. So the deficiency of the insolvent partner must be shared by the solvent partners in their capital ratio or last agreed capital. Last agreed capital എന്ന് പറയുന്നത് capital on the date of dissolution അഥവാ ഡിസൊല്യൂഷന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ റേഷ്യോ വിൽ ബി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ക്യാപിറ്റൽസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം ജസ്റ്റ് പ്രയർ ടു ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷന് തൊട്ട് മുമ്പുള്ള ആ ക്യാപിറ്റൽ, അതിനെയാണ് നമ്മൾ ലാസ്റ്റ് എഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാപിറ്റലിന്റെ ആ റേഷ്യോയിലാണ് ഇൻസോൾവന്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി സോൾവന്റ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യേണ്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉള്ളത്, പാർട്ട്നേഴ്സ് ഹാവിംഗ് ഡെബിറ്റ് ബാലൻസ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ദോ സോൾവന്റ് നീഡ് നോട്ട് ഷെയർ ദ ലോസ് ഡ്യൂ ടു ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഇൻസോൾവന്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി സോൾവന്റ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യണം, അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ ഷെയർ ചെയ്യണം. പക്ഷെ അതിൽ തന്നെ ഏതെങ്കിലും സോൾവന്റ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണുള്ളതെങ്കിൽ ആ പാർട്ട്ണർ ഇൻസോൾവന്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യേണ്ടതില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാർട്ട്നേഴ്സ് ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഹാവ് ടു ഷെയർ ദി ഇൻസോൾവൻസി ലോസ്. അപ്പൊ ഇൻസോൾവൻസി ലോസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യേണ്ടുന്നത് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സ് ആണ്. അത് വരുമ്പോൾ നമ്മളിപ്പോ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ജേർണൽ എൻട്രീസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു when solvent partners bring in their realization loss in cash, journal entry cash account at partners capital account. Then when any amount is realized from private property of insolvent partner, ഇനി ഇൻസോൾവന്റ് പാർട്ട്ണറുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും റിയലൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. Then when insolvent partners deficiency shared by solvent partners, നമ്മളിവിടെ പറഞ്ഞു ഇൻസോൾവന്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി സോൾവന്റ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യണം. അപ്പോഴുള്ള ജേർണൽ എൻട്രി സോൾവന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഇൻസോൾവന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതാണ് നമുക്ക് ജേർണൽ എൻട്രി അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഡിസൊല്യൂഷന്റെ പ്രൊസീജിയർ അതുപോലെ തന്നെ, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആകെ ഗാർണർ വേഴ്സസ് മുറേ റൂൾ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഗാർണർ വേഴ്സസ് മുറേ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് സോൾവന്റ് പാർട്ട്നേഴ്സ് അവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ദെൻ ഇൻസോൾവന്റ് പാർട്ട്ണർക്ക് വരുന്ന ഡെഫിഷ്യൻസി സോൾവന്റ് പാർട്ട്നേഴ്സ് അവരുടെ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റലിന്റെ ബേസിസിൽ ഷെയർ ചെയ്യണം. ഈ രണ്ട് റൂളാണ് വരുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഡിസൊല്യൂഷനിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുക, റിയലൈസേഷൻ ഒക്കെ ചെയ്യുന്നത്. A, B, C, D have been carrying on business in partnership, sharing profits and losses in the ratio 3:2:1:1. They decide to dissolve partnership on the basis of the following balance sheet as on 30th April 2016. ഇവിടെ നോക്കൂ, ലയബിലിറ്റീസില് ക്യാപിറ്റല് 4 പാർട്ട്നേഴ്സ് ആണ്, A, B, C and D. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2:1:1. അതിൽ എയുടെയും ബിയുടെയും ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ദെൻ സിയും ഡിയും ഡെബിറ്റ് ബാലൻസ് ആണ്, 5,000 6,000. 2 പാർട്ട്നേഴ്സിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ട്. ദെൻ ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ്, ദെൻ ലയബിലിറ്റീസ് വരുന്നത് ട്രേഡ് ക്രെഡിറ്റേഴ്സ്,
മോർഗേജ് ലോൺ. ദെൻ അസറ്റ്സിൽ പ്രെമിസസ് ഉണ്ട്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. ഇനി നമുക്ക് നോക്കാം. ദ റിയലൈസേഷൻസ് വേർ, അതായത് അസറ്റിൽ നിന്ന് എന്തെല്ലാം റിയലൈസ് ചെയ്തു. ഡെപ്റ്റേഴ്സ് 12,000, ഫർണിച്ചർ 8,000, സ്റ്റോക്ക് 30,000 ആൻഡ് പ്രെമിസസ് 45,000. അതായത് അസറ്റ്സ് വിറ്റപ്പോ, ഓരോ അസറ്റുകളും വിറ്റപ്പോൾ റിയലൈസ് ചെയ്ത എമൗണ്ട് ആണ്. അസറ്റ്സ് നമ്മൾ റിയലൈസ് ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ്. ഡെപ്റ്റേഴ്സിൽ നിന്നും മൊത്തം 20,000 ഡെപ്റ്റേഴ്സ് ഉള്ളതിൽ 12,000 നമുക്ക് റിയലൈസ് ചെയ്യാനായുള്ളൂ. ദെൻ ഫർണിച്ചർ 8,000, സ്റ്റോക്ക് 30,000, പ്രെമിസസിന് 45,000. ഇത്രയും എമൗണ്ട് ആണ് റിയലൈസ് ചെയ്തത്. ദെൻ എക്സ്പെൻസസ് ഓഫ് ഡിസൊല്യൂഷൻ എമൗണ്ടഡ് ടു 2,000. നമുക്ക് ഡിസൊല്യൂഷന്റെ എക്സ്പെൻസ് വന്നത് 2,000 ആണ്. ഫർദർ ക്രെഡിറ്റേഴ്സ് ഓഫ് 6,000 ഹാഡ് ടു ബി മെറ്റ്. ഇപ്പൊ നമുക്കിവിടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 10,000 തന്നിട്ടുണ്ട്. പക്ഷെ അതുകൂടാതെ 6,000 കൂടെ ക്രെഡിറ്റേഴ്സ് നമ്മൾ പേ ചെയ്യേണ്ടി വന്നു. ദെൻ ജനറൽ റിസർവ് unlike capital reserve was built up by appropriation of profits. അപ്പോൾ ജനറൽ റിസർവും ക്യാപിറ്റൽ റിസർവും അൺലൈക്ക് ക്യാപിറ്റൽ റിസർവിന്റെ പോലെ തന്നെ ജനറൽ റിസർവും അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് ആണ്. പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആണ്. അപ്പൊ പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തെയും പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് പാർട്ട്നേഴ്സിന്റെ ഷെയർ ആണത്. ആക്ച്വലി പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടിയിരുന്ന പ്രോഫിറ്റ് കൊടുക്കാതെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് അവർക്ക് കൊടുക്കേണ്ടുന്ന എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ ക്യാപിറ്റൽ റിസർവും ജനറൽ റിസർവും അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. You are required to draw realization account, partners capital account and cash account, assuming that C became insolvent. C insolvent ആയി and nothing was realized from his private estate. Private property നിന്നും ഒന്നും കിട്ടിയില്ല. Apply the principles laid down in Garner versus Murray. അപ്പൊ നമ്മളോട് ഗാർണർ വേഴ്സസ് മുറേ പ്രകാരമാണ് ഇൻസോൾവൻസിയുടെ പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഡിസൊല്യൂഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് ഫസ്റ്റ് പ്രൊസീജിയർ. എല്ലാ അസറ്റ് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു എല്ലാ അസറ്റ്സും എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ക്യാഷും ഫിക്ടീഷ്യസ് അസറ്റും ഒഴികെ ഏതെല്ലാം അസറ്റ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അസറ്റ്സ് ഉള്ളത്. പ്രെമിസസ് 60,000, ഫർണിച്ചർ 20,000, സ്റ്റോക്ക് 50,000, ഡെപ്റ്റേഴ്സ് 20,000. ഇതാണ് 4 അസറ്റ്സ് ഉള്ളത്. അപ്പൊ നോക്കൂ, റിയലൈസേഷൻ അക്കൗണ്ട് ടു പ്രെമിസസ് 60,000, ഫർണിച്ചർ 20,000, സ്റ്റോക്ക് 50,000, ഡെപ്റ്റേഴ്സ് 20,000. ഇനി ലയബിലിറ്റി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണം. ഇവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് 2 ലയബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി liabilities account debtor to realization account. അപ്പൊ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ട്രേഡ് ക്രെഡിറ്റേഴ്സ് 10,000, then ബൈ മോർഗേജ് ലോൺ 40,000. ഇപ്പൊ നമ്മൾ അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റി അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ അസറ്റിൽ നിന്നും റിയലൈസ് ചെയ്തെടുത്തു, അത് റെക്കോർഡ് ചെയ്യുക. ഇവിടെ അസറ്റ് റിയലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, റിയലൈസ് ചെയ്തു. അപ്പൊ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, സോറി അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അസറ്റ്സ് റിയലൈസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് ഇങ്ങോട്ടേക്ക് കിട്ടുകയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇവിടെ നോക്കൂ 95,000. 95,000 എങ്ങനെയാ കിട്ടിയത്? നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കൂ 12,000 ഡെപ്റ്റേഴ്സ്, ദെൻ ഫർണിച്ചർ 8,000, സ്റ്റോക്ക് 30,000, പ്രെമിസസ് 45,000. അതിന്റെ ടോട്ടൽ ആണ് 95,000. സോ ബൈ ക്യാഷ് 95,000. ഇതാണ് നമുക്ക് അസറ്റ്സിൽ നിന്നും റിയലൈസ് ചെയ്ത് കിട്ടിയത്. അടുത്തത് നമ്മൾ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യണം. അപ്പൊ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുമ്പോഴത്തെ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എന്തൊക്കെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുണ്ട്? ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, മോർഗേജ് ലോൺ ഉണ്ട്. അതുകൂടാതെ ഫർദർ ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് 6,000. അപ്പൊ നോക്കുക നമുക്ക് എന്തെല്ലാം ഉണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് 10,000, mortgage loan 40,000, further creditors 6,000, total 56,000. So realization account debtor to cash, liabilities pay ചെയ്തു 56,000. Next dissolution expenses 2,000 ഉണ്ട്. Journal entry realization account debtor to cash 2,000. ഇപ്പൊ നമുക്ക് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ഇവിടെ ഡെബിറ്റിലാണ്, ബാലൻസ് ഡെബിറ്റ് ആണ് കൂടുതൽ. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യുന്നു.
നമുക്ക് ബാലൻസ് കിട്ടുന്നത് 63,000 ആണ്. ഇതിനെ നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് അഥവാ 3:2:1:1 റേഷ്യോയില് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ഇവരുടെ റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ നടത്തിയപ്പോൾ പാർട്ട്നേഴ്സിന് വന്നിട്ടുള്ള ലോസ് ആണിത്. 27,000, B 18,000, C 9,000, D 9,000. ഇനി നെക്സ്റ്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ ഫസ്റ്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ ബാലൻസ് ആണ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുന്നത്. അപ്പൊ ബാലൻസ് നോക്കുക, എക്കും ബിക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ്, സിക്കും ഡിക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നോക്കുക, എ ബി പാർട്ട്നേഴ്സ് ക്രെഡിറ്റ് ബാലൻസ് 50,000, 30,000. ദെൻ സി ഡി 5,000, 6,000. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. നോക്കൂ, സിയുടേതും ഡിയുടേതും 5,000, 6,000. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ജനറൽ റിസർവും ക്യാപിറ്റൽ റിസർവും പ്രോഫിറ്റിന്റെ അപ്രോപ്രിയേഷൻ ആണ്. അപ്പൊ അത് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7,000 ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, ജനറൽ റിസർവ് 28,000 ഉണ്ട്. ഇത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില്. അപ്പൊ ജനറൽ റിസർവ് 12,000, 8,000, 4,000, 4,000 3:2:1:1 റേഷ്യോയില്. ക്യാപിറ്റൽ റിസർവും അങ്ങനെ തന്നെ 3:2:1:1 റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് അവരുടെ റിയലൈസേഷൻ ലോസ് അവർ ഷെയർ ചെയ്യണം. പാർട്ട്നേഴ്സിന്റെ റിയലൈസേഷൻ ലോസ് അവർ ഷെയർ ചെയ്യണം. അത് പാർട്ട്നേഴ്സിന് വന്നിട്ടുള്ള ലോസ് ആണ്. അപ്പൊ റിയലൈസേഷൻ ലോസ് എന്ന് പറയുന്നത് നോക്കൂ, ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ 27,000, 18,000, 9,000, 9,000. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നോക്കൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ 27,000, 18,000, 9,000, 9,000. ഇനി ഗാർണർ വേഴ്സസ് മുറെ റൂളിൽ പറഞ്ഞു സോൾവന്റ് പാർട്ട്നേഴ്സ് മസ്റ്റ് ബ്രിങ് ദെയർ റിയലൈസേഷൻ ലോസ് ഇൻ ക്യാഷ്. എല്ലാ സോൾവന്റ് പാർട്ട്നേഴ്സും അവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ഇതാണ് അവരുടെ റിയലൈസേഷൻ ലോസ്. ഇതിൽ സി മാത്രമാണ് ഇൻസോൾവന്റ് ആയിട്ടുള്ളത്. അപ്പൊ ബാക്കി 3 പാർട്ട്നേഴ്സും അവരുടെ റിയലൈസേഷൻ ലോസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബൈ ക്യാഷ് 27,000, 18,000. ദെൻ സി ഒന്നും കൊണ്ടുവരുന്നില്ല, 9,000. ഇപ്പൊ നമ്മൾ എല്ലാ എൻട്രീസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടുന്നത് സിയുടെ ഡെഫിഷ്യൻസി. സിക്ക് നമ്മൾ പറഞ്ഞു സി ഇൻസോൾവന്റ് ആയി. അപ്പൊ സിക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഡെഫിഷ്യൻസി മറ്റു പാർട്ട്നേഴ്സ് സോൾവന്റ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കണം. അവിടെ നമ്മൾ ഒരു റൂളും കൂടെ ഓർക്കണം. ഏതെങ്കിലും സോൾവന്റ് പാർട്ട്ണർക്ക് ക്യാപിറ്റലിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിൽ ആ പാർട്ട്ണർ ആ ലോസ് ഷെയർ ചെയ്യണ്ട. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഡിയും ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു, ഡിയുടെ ബാലൻസും ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. അപ്പൊ നോക്കുക, ഇവിടെ ഡിക്ക് ഇപ്പോഴും ഡിയുടെ പൊസിഷൻ എന്താണ്? ഡെബിറ്റിൽ 15,000 ഉണ്ട്, ക്രെഡിറ്റിൽ പക്ഷേ 4,000, 1,000, 9,000. ദാറ്റ് ഈസ് ഈക്വൽ ടു 14,000. ഡിക്ക് ഇപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു പാർട്ട്ണർ ഇൻസോൾവൻസി ലോസ് ഷെയർ ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ഇൻസോൾവന്റ് പാർട്ട്ണറുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. നമ്മളിവിടെ പറഞ്ഞു ഇൻസോൾവന്റ് പാർട്ട്ണറുടെ ഡെഫിഷ്യൻസി ഷുഡ് ബി ഷെയർഡ് ബൈ ദ സോൾവന്റ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ക്യാപിറ്റൽ റേഷ്യോ. അപ്പൊ ഇവിടെ സോൾവന്റ് പാർട്ട്നേഴ്സിൽ എ ബി ഡി സോൾവന്റ് പാർട്ട്നേഴ്സ് ആണെങ്കിലും ഡിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ഡി ആ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യില്ല. സോ എയും ബിയും കൂടിയാണ് ആ ഡെഫിഷ്യൻസി ഷെയർ ചെയ്യേണ്ടുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെഫിഷ്യൻസി എത്ര എന്ന് കണ്ടുപിടിക്കണം. അതിന് സിയുടെ അക്കൗണ്ട് ഇൻസോൾവന്റ് പാർട്ട്ണറുടെ അക്കൗണ്ട് ആണ് ഫസ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. നോക്കാം, ഡെബിറ്റില് സിയുടെ ബാലൻസ് 9,000 plus 5,000 that is equal to 14,000 ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ 5,000 ഉള്ളൂ. അപ്പോൾ ഡെഫിഷ്യൻസി ആണ്, ഡെബിറ്റ് ആണ് കൂടുതൽ. അപ്പൊ 14,000 നമ്മൾ ക്ലോസ് ചെയ്തു, ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതി. ബാലൻസ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 14,000 മൈനസ് 5,000 that is equal to 9,000. ഈ 9,000നെ സിയുടെ ഡെഫിഷ്യൻസി 9,000 ആണ്. ഇറ്റ് ഈസ് ടു ബി ഷെയർഡ് ബൈ എ ആൻഡ് ബി ഇൻ ദെയർ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ. അപ്പൊ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രയർ ടു ദ ഡിസൊല്യൂഷൻ, ഡിസൊല്യൂഷന് തൊട്ട് മുമ്പുള്ള ക്യാപിറ്റൽ. അതായത് നമ്മുടെ ജനറൽ റിസർവോ ക്യാപിറ്റൽ റിസർവോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റൽ. അപ്പോൾ എയുടെ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 50,000 പ്ലസ് ജനറൽ റിസർവ് 12,000 പ്ലസ് ക്യാപിറ്റൽ റിസർവ് 3,000, സോ 65,000. ബിയുടെ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 30,000 പ്ലസ് ജനറൽ റിസർവ് 8,000, ക്യാപിറ്റൽ റിസർവ് 2,000, ടോട്ടൽ 40,000.
സോ ലാസ്റ്റ് അഗ്രീഡ് ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുന്നത് 65:40. ഈ റേഷ്യോയിലാണ് ഈ 9,000 ഇവിടെ നമ്മൾ ഡെഫിഷ്യൻസി 9,000 കിട്ടി. ആ 9,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി നമ്മളിവിടെ പഠിച്ചു. ജേണൽ എൻട്രി സോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ സോൾവെന്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എയും ബിയിലും ടു സീസ് ക്യാപിറ്റൽ. എയുടെ ഷെയർ വരുന്നത് 5,572, ബി എടുക്കുന്ന ഷെയർ 3,428. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് സിയുടെ അക്കൗണ്ടില് ബൈ എസ് ക്യാപിറ്റൽ 5,572 ബൈ ബിസ് ക്യാപിറ്റൽ 3,428. ഇപ്പൊ ഡെഫിഷ്യൻസി ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ക്യാഷ് അങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പാർട്ട്നേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇറ്റ് മേ ബി ഐദർ പാർട്ട്നേഴ്സ് ഹാവ് ടു ബ്രിങ് ക്യാഷ് ഓർ പാർട്ട്നേഴ്സ് ആർ പെയ്ഡ് വിത്ത് ക്യാഷ്. അപ്പൊ ഇവിടെ ഒന്നുകിൽ നമ്മൾ പാർട്ട്നേഴ്സിന് ക്യാഷ് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ എയുടെയും ബിയുടെയും ബാലൻസ് നോക്കൂ, ക്രെഡിറ്റ് തന്നെയാണ് കൂടുതൽ. സോ അവർക്ക് ടു ക്യാഷ്, അതായത് പാർട്ട്നേഴ്സിന് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരുന്നത് 59,428ഉം ബിക്ക് ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നത് 36,572. എന്നാൽ ഡിക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, 15,000 വരുന്നു. അതിന്റെ ബാലൻസ് ചെയ്യുമ്പോൾ 1,000 ക്യാഷ് ആയിട്ട് ബി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം, ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത് ക്യാഷിന്റെ ബാലൻസ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ക്യാഷിന്റെ ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ആ സമയത്തുള്ള ബാലൻസ് എന്ന് പറയുന്നത് 4,000. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 4,000. ഇനി നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഏതെല്ലാം റിയലൈസേഷൻ അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും വന്നുവോ അതെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ക്യാഷ് എന്ന് വന്നിരിക്കുന്നുണ്ടോ, റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്, റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് എൻട്രിയും വരണം, അതിന്റെ പോസ്റ്റിംഗ് വരണം. ക്യാഷ് അക്കൗണ്ട് നോക്കൂ, ബൈ റിയലൈസേഷൻ 56,000, ബൈ റിയലൈസേഷൻ അക്കൗണ്ട് 2,000. ഇനി വീണ്ടും ഇവിടെ നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു റിയലൈസേഷൻ 95,000. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു റിയലൈസേഷൻ 95,000. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരണം, എന്താ നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു റിയലൈസേഷൻ 95,000. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏതെല്ലാം ഐറ്റംസ് ക്യാഷ് റിലേറ്റഡ് വരുന്നുണ്ടോ അതെല്ലാം എൻ്റർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എക്കും ബിക്കും എത്ര വന്നിട്ടുണ്ട്, 59,428, 36,572. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ബൈ എ ബൈ ബി എമൗണ്ട് നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അവർ റിയലൈസേഷൻ ലോസ് കൊണ്ടുവന്നത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എ ബി ഡി, അവരെ റിയലൈസേഷൻ ലോസ് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എ ബി ഡി 27,000, 18,000, 9,000. ഇനി നെക്സ്റ്റ് നോക്കൂ, ഡി വീണ്ടും ഡിയുടെ ഡെബിറ്റ് ബാലൻസ് ആയിരുന്നതുകൊണ്ട് ഡി വീണ്ടും 1,000 rupees കൂടെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഡീസ് ക്യാപിറ്റൽ നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡി 1,000 rupees. ഇപ്പൊ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ടാലി ആവും. ഇങ്ങനെയാണ് നമ്മൾ ഗാർണർ വേഴ്സസ് മുറെ കേസ് അപ്ലൈ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.